നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്ത് നമ്മുടെ രുചിഭവൻ ഹോട്ടലുണ്ടല്ലോ, റെസ്റ്റോറൻ്റ് കേട്ടോ, വെജിൻ്റെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ രുചിഭവൻ്റെ മുമ്പിൽ വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. ഇവിടുത്തെ ലൈനിൽ കിടക്കുകയാണ്, കുറച്ച് ദിവസമായില്ലേ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വണ്ടി എടുത്തിട്ടില്ലായിരുന്നു, കാരണം നന്ദുവിനും കുഞ്ചൂസിനും ഉച്ച വരെ ട്യൂഷൻ ഉണ്ടായിരുന്നു, രണ്ടാൾക്കും 2 ടൈമിൽ. അപ്പോൾ അവർക്ക് കഴിഞ്ഞിട്ടേ എന്തായാലും ഞാൻ ഇറങ്ങുള്ളൂ. ശരി, ഞായറൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇറങ്ങും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത്. ഇന്ന് സ്പെഷ്യലായിട്ട് ഫുഡ് കാര്യങ്ങളൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഇല്ലെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. ഇന്ന് കഞ്ഞി, ചെമ്മീൻ ചമ്മന്തി, പപ്പടം, അച്ചാർ, ഇതായിരുന്നു ഉച്ചയ്ക്കത്തെ ലഞ്ച് കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് സാധാരണ ഞായറാഴ്ച നമ്മൾ ചിക്കൻ മേടിക്കുകയോ അല്ലെങ്കിൽ മീൻ മേടിച്ച് കറി വയ്ക്കുക, പൊരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഫുള്ള് വെറൈറ്റി ആയിരുന്നു. ഇന്ന് ചെമ്മീൻ ചമ്മന്തിയും പപ്പടവും അച്ചാർ അത്രയായിരുന്നു. പിന്നെ ചായക്കുള്ള സ്നാക്സ് നന്ദുവിനെ കൊണ്ട് അടുത്ത് തന്നെ വാങ്ങിപ്പിച്ച് വെച്ചു. പക്ഷെ എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. ചിലപ്പോൾ എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എടുത്ത് വെക്കേണ്ട, നിങ്ങൾ കഴിച്ചു. എനിക്ക് പഴംപൊരിയാണ് വാങ്ങിയത്. അവർക്ക് എന്തോ വാങ്ങി എനിക്കറിയില്ല, എന്നുവെച്ചാൽ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചു, എനിക്ക് വിശപ്പില്ലാന്ന്. കാരണം ചോറല്ല കഞ്ഞി കുടിക്കാൻ ലേറ്റായി. ഞങ്ങൾ 3 മണിയൊക്കെ ആയിട്ടാണ് കഞ്ഞി കുടിച്ചത്. അപ്പോൾ എന്താ പറയുക, ഇറങ്ങാൻ നേരത്തല്ലേ കഴിച്ച്, അപ്പോൾ വിശപ്പില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടം കഴിഞ്ഞിട്ടൊക്കെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചായ കുടിക്കും പുറത്തുനിന്ന്. എനിക്ക് തോന്നുകയാണെങ്കിൽ ഉറക്കം വരൊക്കെ ആണെങ്കിൽ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് പഴംപൊരി. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികവും പോയി കഴിഞ്ഞാൽ ചായയുടെ കൂടെ കഴിക്കുന്ന ഒരു സാധനം പഴംപൊരിയാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, സുഖമായിട്ടിരിക്കണം. എനിക്ക് അതിൻ്റെ ഇടയിൽ നാട്ടിൽ പോയോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് കാണിച്ചു. ഞാനിവിടെ നമ്മുടെ ബീച്ച് ആസ്പത്രിയിലുള്ള ഒരു ഡോക്ടറുണ്ട്, ബിബിൻ വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് ഷീബേച്ചിയായിട്ട് അങ്ങനെ പറഞ്ഞു തന്നത്. മലാപ്പറമ്പാണ് പുള്ളി താമസിക്കുന്നത്. അപ്പോൾ അവിടെ അവരെ വീട്ടിൽ നോക്കും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു. പക്ഷേ കാണിച്ച് മരുന്ന് കഴിക്കാൻ തുടങ്ങിയ വടതനൊക്കെ മാറിയെന്നല്ല, കുറേ മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ആട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ 41-ന് ഞാൻ ഇനി വീട്ടിൽ പോകണുള്ളൂ. ഒക്ടോബർ 10-നാണ് 41 വരുന്നത്. അപ്പോൾ തലേദിവസം നമ്മളിവിടുന്ന് പോകും, ഞാനും മക്കളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ലീവാണ്, പുസ്തക പൂജയുടെ ലീവ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ദിവസം നിന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ കണ്ടോ ലൈഫ് സ്റ്റൈലുണ്ട്. ഈ ലൈഫ് സ്റ്റൈലിലൊന്നും ഞാൻ തീരെ കയറിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? കറക്റ്റ് 7 മണിയായിട്ടാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ബീച്ചിൽ നിന്ന് ഓട്ടെടുത്ത് വരുമ്പോൾ ചെറിയൊരു മഴ പെയ്തു. നല്ല മഴയായിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ നിന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വണ്ടി സൈഡാക്കിയിട്ടുണ്ട് വരുന്നത്. കാരണം എൻ്റെ വണ്ടിയുടെ വൈപ്പർ കേടാണ്. വൈപ്പർ കേടായതുകൊണ്ട് അവർ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. കുറേ പേര് വണ്ടിക്ക് കംപ്ലൈൻറ്റ് വെച്ചാൽ വൈപ്പർ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല. അപ്പോൾ സ്റ്റോക്ക് വരുമ്പോൾ അവർ പറയും, അപ്പോൾ നമുക്ക് വൈപ്പർ വെച്ച് തരാമെന്നാണ് പറഞ്ഞേട്ടാ. എൻ്റെ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് വൈപ്പർ കംപ്ലൈൻ്റ് ആവുന്നത്. 2 പ്രാവശ്യം കംപ്ലൈൻ്റ് ആയി. 2ാമത്തെ പ്രാവശ്യം ഇതുപോലെ കേടായപ്പോൾ എനിക്ക് നന്നാക്കി തന്നു. അന്ന് എനിക്ക് പറയാം, എനിക്ക് അറിയില്ല എന്നല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ മാറ്റിത്തരാൻ പറയുള്ളായിരുന്നു. പക്ഷെ അത് നന്നാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവർ നന്നാക്കി തന്നു എനിക്കിട്ടാ. പിന്നെ ഇനിയിപ്പോൾ 3ാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കും മൊത്തത്തിൽ പോയി, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അപ്പോൾ എന്തായാലും മാറ്റിത്തരണമെങ്കിൽ അവർക്ക് അവിടെ സ്റ്റോക്ക് തീർന്നു വരണം എന്നൊക്കെ പറഞ്ഞേക്കണേ. അപ്പം അങ്ങനെ പിന്നെന്താ, അപ്പോൾ ഇപ്പോൾ മഴ പെയ്താൽ ഞാൻ അങ്ങനെയാണ്, വണ്ടി എവിടെയെങ്കിലും സൈഡാക്കി ഇടേണ്ട ഒരു അവസ്ഥയാണ്. ചെറിയ മഴ ആണെങ്കിൽ പോലും വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കണ്ണ് കാണില്ലല്ലോ. ഇപ്പോൾ കണ്ട ഗ്ലാസിൻ്റെ മുകളിൽ ഇപ്പോൾ കണ്ട വെള്ളം ഇങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ അത് മഴ പെയ്യണ സമയത്ത് കാണൂല, പുറത്ത് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നന്ദുവിൻ്റെയും കുഞ്ചൂസിൻ്റെയും സ്കൂളിലത്തെ എന്താ പരിപാടിയൊക്കെയാണ് വരാൻ പോകുന്നത്, കലോത്സവം. അപ്പോൾ രണ്ടാളും മറ്റേ ദഫ്മുട്ടിൻ്റെ എന്തോ പറയൂല, അതിന് ഞാൻ വീട്ടിൽ കൂടി ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ദഫ്മുട്ടിൻ്റെ ആ ഡാൻസിന് അവർ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പപ്പടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോയിട്ട് വരണം എന്നുള്ളത്. കാണാനായിട്ട് പരിപാടി കാണാനായിട്ട് പപ്പടിനോട് വരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്.
അപ്പം ഞാനും എന്നാണ് അവരുടെ ഡാൻസ് വരുന്ന ദിവസം എന്ന് വെച്ചാൽ അന്ന് പോയി കാണണം. മൊത്തം ലീവ് എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ അങ്ങനെ പോവാണ്ട് പോകുമ്പോഴൊക്കെ ഒരു ചിലവാണല്ലോ, യാത്രാ ചിലവ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ ലീവ് എടുക്കലില്ല വല്ലാണ്ട് ഇപ്പോൾ. പിന്നെ അത്രയും വൈകിയ മാത്രമാണ് വണ്ടി എടുക്കാതിരിക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെന്തെന്നാ ഈ വർഷത്തെ ഒരു പണി പറ്റ പോക്കാണ്. ഓട്ടോറിക്ഷയിൽ മാത്രമായിട്ട് എനിക്കൊരു തൃപ്തിയില്ല. വെറുതെ ഒന്നും പറയുന്നില്ല, എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് പായസം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹൗസ് ഓണർ വീട്ടിൽ നിന്ന് പരിപ്പ് പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ സദ്യയിലൊക്കെ കഴിക്കുന്ന പായസം പോലത്തെ നല്ല ടേസ്റ്റ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തോ ഒന്ന് പറഞ്ഞു, പൂത്തറയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ദിവസമായിട്ട് വെച്ചതാണ്. നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് എത്രാണ്ട് ദിവസം ഇതാക്കുമ്പോൾ പൂത്തറ ഒഴിവാക്കണേനോ എന്തോ അതറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ, കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു അനിൽകുമാറേട്ടൻ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഉത്തരം തരുമെന്ന് വിചാരിക്കണം. അനിൽകുമാറേട്ടനാണ് എനിക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഒരു റിപ്ലൈ തരുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ അതിന് പായസം വെച്ചിട്ടുണ്ടായിരുന്നു, തരട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു, എനിക്ക് പായസം കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും കറക്റ്റ് കുറേ ഗ്ലാസ് നല്ല ഫുള്ളായിട്ടുള്ള പായസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ കൊതി തീർന്നില്ല, എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുക കുറച്ചും കൂടി കിട്ടാണെങ്കിൽ കുടിച്ചാൽ മതിയായിരുന്നു, കുറച്ചും കൂടി വേണമായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മളവിടെ വെച്ചാലല്ലോ, ഒരാൾ കൊണ്ടു തന്നല്ലോ. അപ്പോൾ അങ്ങനെ രാത്രി നല്ല രസമാണ് ഇവിടെ കോഴിക്കോട്. നമുക്കിങ്ങനെ കാണുമ്പോഴൊക്കെ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്, ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കിഷ്ടമാണ് അങ്ങനെ ലൈറ്റ് സംഭവങ്ങളൊക്കെ കാണാനായിട്ട്. ബീച്ചിൻ്റെ അവിടെ എന്ത് തിരക്കാണെന്നറിയാമോ? ബീച്ചിൻ്റെ അവിടെ ഫുള്ള് തിരക്കാണ്. നമുക്ക് അവിടെ നിന്ന് ശരിക്കും ഇന്നത്തെ എനിക്ക് തോന്നുന്നു ലീവാക്കിയാൽ മതിയായിരുന്നു, വരണ്ടില്ലായിരുന്നു. കാരണം ആ ഒരു തിരക്ക് പിടിച്ച ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കിട്ടുന്ന ട്രിപ്പാണെങ്കിൽ ഒരുപാട് ടൈമൊക്കെ എടുത്ത് ബ്ലോക്കിൽ കൂടി ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഓട്ടം അവസാനിപ്പിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ 30 രൂപയുടെ ഓട്ടമൊക്കെ ആയിരിക്കും, അതിപ്പോൾ അരമണിക്കൂറിൻ്റെ മേലേക്കൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ നല്ല തിരക്കുണ്ട്, ബീച്ചിൽ നല്ല തിരക്കുണ്ട്. പിന്നെ അവിടെ എന്തോ ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ, ചെറിയ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് ബീച്ചിൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട്, അവർക്ക് നല്ല ഡ്യൂട്ടിയാണ്, നല്ല ആളുണ്ടാവും. അങ്ങനെ ഞാൻ തന്നെ 8 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് എത്തി. 8 മണി 8:10 ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. കാരണം ഭയങ്കര തിരക്കൊന്നുമില്ല, റോഡൊക്കെ കാലിയാക്കി എടുക്കുകയാണ്. പിന്നെ ബീച്ചിൻ്റെ അടുത്തേക്ക് ഓട്ടം കിട്ടി കഴിഞ്ഞാൽ പെട്ടു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ വണ്ടിയുടെ വെറുതെ ചാർജ് തീർക്കേണ്ട സമയങ്ങളുണ്ടാന്ന് വെച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. വരുമ്പോൾ ഞാൻ പാലും പിന്നെ ചായക്ക് തിന്നാനായിട്ട് എന്തോ സ്വീറ്റ് പപ്സ് എന്തോ ഒരു സംഭവമുണ്ട്, അത് വാങ്ങി. പിന്നെ ചില്ലറിലുണ്ടാക്കിക്കൊണ്ട് മിഠായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഇന്ന് വാങ്ങിയത് മാതള നാരങ്ങയാണ്, കിലോ 140 ഞാൻ 100 രൂപയ്ക്കാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ നാളെ എത്തുന്നു. അപ്പോൾ അങ്ങനെ 2-3 ദിവസം ടി വി കണ്ടിരിക്കുന്നുണ്ട് ഫുൾ ടൈമോ. ഏതാടാ സിനിമ? അപ്പം അങ്ങനെ പോന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല. ഇനി ഫുഡ് കഴിക്കുക. എടാ കഞ്ഞി കുടിച്ചോ നിങ്ങൾ? കുടിച്ച് ചിലപ്പോൾ ഒരു ചായ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. കുഞ്ഞു ചായ ഉണ്ടാക്കുമോ? ഇല്ല, പാലുണ്ടാ? അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ വെറുതെ കുറച്ച് ദിവസമല്ലേ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ചേട്ടാ.